നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് കാറ്റഗറി 4ൻ്റെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി പാർട്ട് 1ൻ്റെ ബാക്കി 15 ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 15 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. 16 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പഠനത്തെ സ്വാധീനിക്കുന്നവയിൽ ഏറ്റവും അപ്രധാനമായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ, സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സാണ് നമ്മളെ പഠനത്തെ സ്വാധീനിക്കുന്നവയിൽ ഏറ്റവും അപ്രധാനമായത്. 17 പഠനശ്രേണി പ്രക്രിയ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഠനശ്രേണി പ്രക്രിയ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, റോബർട്ട് എം ഗാഗ്നെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 18 പിയാഷെയുടെ സിദ്ധാന്തം അനുസരിച്ച് വസ്തുസ്ഥിരത പ്രകടമാകുന്ന ഘട്ടം. ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജാണ് പിയാഷെയുടെ സിദ്ധാന്തം അനുസരിച്ച് വസ്തുസ്ഥിരത പ്രകടമാകുന്ന ഘട്ടം. 19 ഒരു പഠന പ്രവർത്തനം മറ്റൊരു പഠന പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെങ്കിൽ അത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, ന്യൂനസംക്രമണം, നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ്. 20 ബാലകുറ്റവാളികളെ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അധ്യാപികയ്ക്ക് അവലംബിക്കാവുന്നത്? ഓപ്ഷൻ ബി, മാർഗനിർദ്ദേശം നൽകി കഴിവുകളെ ക്രിയാത്മകമായി വഴിതിരിച്ചുവിടുക. ഇതാണ് ആൻസർ. അവയിൽ പ്രക്ഷേപണ തന്ത്രം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, കുഡർ പെർഫോമൻസ് ടെസ്റ്റ്. 22 മോഹഭംഗം അതിജീവിക്കുവാൻ വേണ്ടി വ്യക്തി ബോധപൂർവമല്ലാതെ സ്വീകരിക്കുന്ന മനഃശാസ്ത്ര തന്ത്രമാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഡിഫൻസ് മെക്കാനിസം, അതായത് പ്രതിരോധ തന്ത്രം. 23 ബൗദ്ധിക വികാസ ഘട്ടങ്ങൾ രൂപപ്പെടുത്തിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ, ജീൻ പിയാഷെ. 24 വികസിത വൃത്തി എന്നതിൻ്റെ പ്രചാരകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ഹാവിംഗസ്റ്റ്. 25 ഗിൽഫോർഡിൻ്റെ ബൗദ്ധിക മാതൃകയിലെ 3 തലങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ, ഓപ്പറേഷൻ, കണ്ടന്റ്, പ്രൊഡക്റ്റ്. 26 സ്പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ 2 ഘടകങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ ബി, ജി ഘടകവും എസ് ഘടകവും, ജി ഫാക്ടർ ആൻഡ് എസ് ഫാക്ടർ. 27 കുട്ടികളിൽ കാണപ്പെടുന്ന അപസയോജന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മികച്ച മാർഗമാണ്? ഓപ്ഷൻ ഡി, മൂലകാരണം വിശകലനം ചെയ്ത് പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുക. ഇതാണ് ഉത്തരം. പഠനവക്രത്തിൽ പഠന പുരോഗതിയില്ലാതെ കാണപ്പെടുന്ന ഘട്ടമാണ്? ഓപ്ഷൻ സി, പഠന പീഠസ്ഥലി. ഉത്തരം ഓപ്ഷൻ സി, പഠന പീഠസ്ഥലി. ഇംഗ്ലീഷിൽ പ്ലാറ്റ്യൂ എന്ന് പറയും. നമുക്ക് ഇംഗ്ലീഷിലാവും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു കേട്ടോ. ഇംഗ്ലീഷിൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. 29 സ്ഥിരമായി താമസിച്ചു വരുന്ന കുട്ടി ന്യായീകരിക്കത്തക്ക വിധം കാരണങ്ങൾ നിരത്തുന്നു. ഇവിടെ പ്രകടമാകുന്ന സഹയോജന തന്ത്രമേത്? ഉത്തരം റാഷണലൈസേഷൻ, അതായത് ഓപ്ഷൻ ഡി, യുക്തീകരണമാണ്. ഓപ്ഷൻ ഡി, യുക്തീകരണം. 30 ജീവിത കാലയളവിലെ മാനുഷിക വ്യവഹാര മാറ്റങ്ങളെപ്പറ്റിയുള്ള മനഃശാസ്ത്രത്തിലെ പഠനശാഖയാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഡെവലപ്മെൻ്റൽ സൈക്കോളജി, അതായത് വികസന മനഃശാസ്ത്രം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അങ്ങനെ നമ്മൾ കേട്ടറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി എന്നുള്ള ഭാഗത്തിലെ 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് കേട്ടറ്റ് നവംബർ 2019 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. കേട്ടറ്റ് നവംബർ 2019 ക്വസ്റ്റ്യൻസാണിത്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയിൽ 30 ക്വസ്റ്റ്യൻസും പിന്നെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള പാർട്ട് 2 മലയാളം ഓർ ഇംഗ്ലീഷ്
അതാണ് വരുന്നത്. മലയാളവും ഇംഗ്ലീഷും. നമ്മൾ മലയാളം സെലക്ട് ചെയ്താൽ മലയാളമായിരിക്കും, ഇംഗ്ലീഷ് സെലക്ട് ചെയ്താൽ ഇംഗ്ലീഷ് ആയിരിക്കും എഴുതേണ്ടത്. പിന്നെ പാർട്ട് 3 വരുന്നത് സബ്ജക്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വരും വീഡിയോകളിൽ നമുക്ക് പാർട്ട് 2 ഇംഗ്ലീഷും മലയാളവും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ധന്യവാദം.